എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നിങ്ങളെല്ലാവരും എമ്പുരാൻ കണ്ടോ? ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് എമ്പുരാൻ ഇറങ്ങിയതിന്റെ അടുത്ത ദിവസമാണ്. അതുകൊണ്ട് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ മുഴുവൻ എമ്പുരാന്റെ പ്രൊമോഷൻസും ഇന്റർവ്യൂസും റീൽസും ലൂസിഫറിന്റെ റീൽസും ഒക്കെയാണ്. അതുകൊണ്ട് ഇപ്പോ വിശേഷം പറയുമ്പോൾ എമ്പുരാന്റെ വിശേഷം പറയാതെ തുടങ്ങാൻ വയ്യ. നിങ്ങൾ എല്ലാവരും കണ്ടോ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഹോപ്പ്ഫുള്ളി പെട്ടെന്ന് തന്നെ കാണാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് പതിവിൽ നിന്നും വിപരീതമായിട്ട് സോഫയും ടേബിളും ചെയറും ഒക്കെ വിട്ട് എന്റെ ബാൽക്കണിയുടെ അടുത്ത് ഒരു ചെറിയ സ്റ്റൂൾ ചെയർ ഇട്ട് അതിലിരുന്നാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. വളരെ നല്ലൊരു ക്ലൈമറ്റ് ആണ് വെളിയിൽ. വലിയ തണുപ്പോ ചൂടോ മഴയോ കാറ്റോ ഒന്നുമില്ലാത്ത, വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്ത ഒരു നല്ലൊരു അന്തരീക്ഷം. അപ്പോ ഈ ക്ലൈമറ്റ് എൻജോയ് ചെയ്തുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന 8ാമത്തെ പോഡ്കാസ്റ്റ് ആണിത്. ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോൾ ശരിക്കും ഉള്ള പ്രശ്നത്തെക്കാളും അന്നേരം നമ്മളെ തളർത്തി കളയുന്നത് എന്താണെന്നറിയോ? ആ സമയത്ത് നമ്മൾക്കുണ്ടാകുന്ന എക്സ്പെക്ടേഷൻസ് ആണ്. ഈവൻ ദോ ആ എക്സ്പെക്ടേഷൻസ് നമ്മൾക്ക് അന്നേരം കുറച്ചൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നുമെങ്കിലും പലപ്പോഴും റിയാലിറ്റി എന്ന് പറയുന്നത് മറ്റൊന്നായിരിക്കും. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ വിചാരിക്കും അറ്റ്ലീസ്റ്റ് ഈ ഒരാള് കൂടെ ഉണ്ടാകുമെന്ന്. പക്ഷെ ആ ആള് കൂടെ കാണില്ല. എനിക്കൊരു ആവശ്യം വന്നാൽ ചോദിക്കാൻ കുറച്ച് ആൾക്കാരുണ്ട്. അറ്റ്ലീസ്റ്റ് ഉറപ്പായും സഹായിക്കുന്ന ഒരാളെങ്കിലും ഉണ്ട്. പക്ഷെ ചിലപ്പോ ആ ആൾക്ക് നമ്മളെ സഹായിക്കാൻ പറ്റിയില്ല എന്ന് വരും. ഇനി ഒന്നുമില്ലെങ്കിലും നമ്മളൊന്ന് കരഞ്ഞ ആശ്വസിപ്പിക്കാൻ ഒരാൾ കൂടെ ഉണ്ടാകും. നമ്മളെ ഒന്ന് തലോടി തരാൻ ഒരു കൈ ഉണ്ടാകും എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും. ഈ ഒരു റിയലൈസേഷൻ നമ്മൾ അത്ര എക്സ്പെക്ട് ചെയ്യാത്തോണ്ട് തന്നെ പെട്ടെന്ന് ഇത് സംഭവിക്കുമ്പോൾ നമ്മുടെ കാലിന്റെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്ന പോലത്തെ ഒരു ഫീലാണ്. അത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് വിശന്നാല് അമ്മയോട് ചോദിക്കാം. ഇനി അമ്മ ഇല്ലെങ്കിൽ സ്വിഗ്ഗി ഉണ്ട്. സ്വിഗ്ഗി ഇല്ലെങ്കിൽ അപ്പുറത്തെ ചായക്കടയെങ്കിലും ഉണ്ട്. ഇനിയിപ്പോ അതും ഇല്ലെങ്കിലോ? നമ്മൾ പട്ടിണി കിടന്ന് ചാകുവോ? ഒരിക്കലുമില്ല. നമ്മൾ എണ്ണീറ്റ് പോയി തന്നെത്താനെ ഉണ്ടാക്കാൻ പഠിക്കും. ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാൻ പഠിക്കും. മേടിക്കുമ്പോൾ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പഠിക്കും. മേടിച്ചുകൊണ്ട് വന്ന് അത് വൃത്തിയാക്കാൻ പഠിക്കും. അത് പാകം ചെയ്യാൻ പഠിക്കും. ഇത്രയും കഷ്ടപ്പെട്ടും 10 വീഡിയോ കണ്ടും ഉണ്ടാക്കിയ സാധനം വായിൽ വെക്കാൻ കൊള്ളാതെ വരുമ്പോ പോട്ടെ സാരമില്ല, അടുത്ത പ്രാവശ്യം നോക്കാം എന്ന് പറഞ്ഞ് ആ സിറ്റുവേഷൻ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കും. അടുത്ത ദിവസം ഇതൊക്കെ മറന്ന് തലേന്നത്തേക്കാൾ നല്ലതായിട്ട് ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കാൻ പഠിക്കും. വേറൊരാളുടെ വായിൽ നിന്ന് കേൾക്കാൻ നിൽക്കാതെ തന്നെ നമ്മൾ ഉണ്ടാക്കിയ ഭക്ഷണം ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞ് ആസ്വദിച്ച് കഴിക്കാൻ പഠിക്കും. ഇതിനേക്കാളും ഏറ്റവും വലിയ പാഠം എന്താണെന്നറിയോ? നാളെ വേറൊരാൾ ഇത് നമ്മൾക്ക് ഉണ്ടാക്കി തരുമ്പോ അതിന്റെ പുറകിൽ ഇത്രയും കഷ്ടപ്പാടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കാൻ പഠിക്കും. ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റുന്നത്, ഒറ്റയ്ക്ക് താമസിച്ച് അത് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഒരു വേറെ തന്നെ ഒരു കഴിവാണ്, ഒരു ആർട്ടാണ്. ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് വെച്ചാൽ ഒറ്റയ്ക്കായി പോയി എന്നല്ല, ഫോണിൽ നോക്കി ഇരിക്കുക എന്നുമല്ല. ഞാനും അങ്ങനെ ആനന്ദകരമായി ജീവിക്കുക. നമ്മൾ നമ്മളുടെ തന്നെ റെസ്പോൺസിബിലിറ്റി ആ സമയത്ത് ഏറ്റെടുക്കുവാണ്. നമ്മൾ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ മറ്റാരെയും ബോധിപ്പിക്കാനല്ല, നമ്മൾക്ക് വേണ്ടി തന്നെ ഓരോന്നും ചെയ്യാൻ പഠിച്ചു തുടങ്ങും. എന്തിനോ വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ പയ്യെ നിന്നു തുടങ്ങും. ശരിക്കും നമ്മളെ സന്തോഷിപ്പിക്കുന്ന, നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി തുടങ്ങും. അതുവരെ അവ്യക്തമായിരുന്ന നമ്മളിലെ പല സ്വഭാവങ്ങളും നല്ലതും ചീത്തയും ഒക്കെ ഇങ്ങനെ പുറത്തു വന്നു തുടങ്ങും. സ്വന്തമായി നമ്മളെ തന്നെ നമ്മൾ കണ്ടു തുടങ്ങും. കേൾക്കാനും അറിയാനും തുടങ്ങും. അങ്ങനെ അറിഞ്ഞ് നമ്മൾക്ക് നമ്മളെ അങ്ങോട്ട് വല്ലാതെ ഇഷ്ടപ്പെടും. എന്റെ ഒരു പേഴ്സ്പെക്റ്റീവില് ഞാൻ പറയും, അപ്പോഴാണ് ഒരാള് ശരിക്കും ഇൻഡിപെൻഡന്റ് ആവുന്നതെന്ന്. നമ്മൾക്ക് എല്ലാവർക്കും ഒരിക്കലും ഫുള്ളായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ പറ്റും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാവരും പല രീതിയിൽ പലരോടും പലതിനോടും ഡിപ്പെൻഡന്റ് ആണ്. പൊതുവെ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു തോട്ട് ഉണ്ട്, മെൻ ഇൻഡിപെൻഡന്റ് ആണെന്നും വുമൺ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്നൊക്കെയാണ് നമ്മൾ പറയാറ്. പക്ഷെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയ എല്ലാവരും ശരിക്കും ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഇഫ് ബീങ് ഇൻഡിപെൻഡന്റ് ഇസ് ജസ്റ്റ് നോട്ട് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ജോലിയുള്ള, എന്നാൽ രാവിലെ എണ്ണീക്കുമ്പോൾ തൊട്ട് രാത്രി കിടക്കുന്നത് വരെയുള്ള അവരുടെ ലൈഫിലെ ഒരു ദിവസം
സ്വന്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത എത്രയോ ആൾക്കാരെ നമ്മൾ നമ്മുടെ ചുറ്റിനും കണ്ടിട്ടുണ്ട്. ചിലരെ കാണുമ്പോൾ നമ്മൾക്ക് തോന്നാറില്ലേ, ഷടാ ഇവർ ഇത്രയും കാലം എങ്ങനെ ജീവിച്ചു എന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇസ് നോട്ട് ദി അൾട്ടിമേറ്റ്, ഇറ്റ്സ് ജസ്റ്റ് ദ ബെയർ മിനിമം. പക്ഷെ അതിനേക്കാളും അപ്പുറം കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ പഠിക്കാനും ചെയ്യാനും. പഠിച്ച ഒരു ജോലിയൊക്കെ കണ്ടുപിടിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒറ്റയ്ക്ക് താമസിച്ച് നിങ്ങളുടെ ഒരു ഡെയിലി ലൈഫ് മുൻപോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണോ അതെല്ലാം സ്വന്തമായി ചെയ്ത് വരവ് ചെലവ് അറിഞ്ഞ് പ്ലാൻ ചെയ്ത് അതിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തി ഒരു പോയിന്റ് തൊട്ട് അത് ആസ്വദിക്കാൻ പഠിക്കുമ്പോഴാണ് ഒരാളെ കൊണ്ട് പറ്റാവുന്ന ഏതെങ്കിലും ഒരു ലെവൽ ഓഫ് ഇൻഡിപെൻഡൻസി എത്തുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് കുക്കിംഗ് അറിയില്ല എന്നൊരു ഫാഷനായിട്ടും ഡ്രൈവിംഗ് അറിയാമെന്ന് വളരെ ഗമയോടുമാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷെ ഇത് രണ്ടും ലൈഫ് സ്കില്ലാണ്. നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കാനൊന്നും പഠിക്കണ്ട, പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒരു ദിവസം ഇനിയിപ്പോ ഹോട്ടൽ ഇല്ലെങ്കിലും ഉണ്ടാക്കി തരാൻ ഒരാളില്ലെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമുള്ള ചെറിയ ചെറിയ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കേണ്ടത് നിർബന്ധപരമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. ഈ കോവിഡ് ഒക്കെ വന്ന് സ്റ്റക്ക് ആയപ്പോ എത്രയോ ആൾക്കാരാണ് അങ്ങനെ ബുദ്ധിമുട്ടിയത്. പലർക്കും ഒരു ഫ്രസ്ട്രേഷൻ വന്നു തുടങ്ങിയ പോയിന്റ് എന്ന് പറയുന്നത് തന്നെ അവര് അതുവരെ ചെയ്തിരുന്നില്ലാത്ത ജോലികളെല്ലാം അവർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. അല്ലെങ്കിൽ മറ്റെന്തിന്റെങ്കിലും ഹെൽപ്പോട് കൂടി അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ ഡ്രൈവിങ്ങും. നിങ്ങൾ ഡ്രൈവിംഗ് എൻജോയ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ പോലും അത് പഠിച്ചിരിക്കണം. അത്യാവശ്യം ഒന്ന് വണ്ടി ഓടിക്കേണ്ട വന്നാൽ ഡ്രൈവിംഗ് അറിയാത്ത കൊണ്ട് ആ സിറ്റുവേഷനിൽ പെട്ടുപോകരുത്. അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ സിറ്റുവേഷൻ ആയിരിക്കാം, ചിലപ്പോ നമ്മളുടെ തന്നെ സേഫ്റ്റിക്ക് വേണ്ടി ആയിരിക്കാം. ഇനിയിപ്പോ ഒന്നും അല്ലെങ്കിലും പെട്ടെന്നൊന്ന് കറങ്ങാൻ പോകണമെന്ന് തോന്നിയ മറ്റുള്ളവർ കൊണ്ടുപോകാൻ ഇല്ലാതെ വിഷമിച്ചിരിക്കേണ്ടി വരാതിരിക്കാൻ ആകാം. അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ ആയിക്കൊള്ളട്ടെ, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ മാത്രമല്ല കേട്ടോ, എല്ലാവരുമായി താമസിക്കുമ്പോഴും കുറച്ചു നേരം ഒറ്റയ്ക്കിരുന്ന് അത് എൻജോയ് ചെയ്ത് നമ്മളോട് തന്നെ കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്ത് നമ്മളുടെ ശരീരത്തിനും മനസ്സിനും ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഒരു കഴിവാണ്, അല്ലെങ്കിൽ അതൊരു വൈബാണ്. എല്ലാവരുമായി താമസിച്ചാലും നമ്മൾ ജീവിക്കും, ഇനിയിപ്പോ ഒറ്റയ്ക്കാണെങ്കിലും നമ്മൾ ജീവിക്കും. അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നത് ലൈഫിൽ പലപ്പോഴും നമ്മളെ മുന്നേറാൻ ഭയങ്കരമായിട്ട് സഹായിക്കും. പറഞ്ഞു വന്നത്, ജീവിതത്തിൽ നമ്മൾ എല്ലാവരും തീർച്ചയായും ഒറ്റയ്ക്കായി പോകുന്ന സിറ്റുവേഷൻസ് എപ്പോഴെങ്കിലും ഒക്കെ വരാം. ഒറ്റയ്ക്ക് പ്രശ്നങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ നേരിടേണ്ടി വരും. അന്ന് ശരിക്കുമുള്ള പ്രശ്നത്തെക്കാളും നമ്മളെ തളർത്തുന്നത് ഒരിക്കലും ഒറ്റയ്ക്കായി പോയല്ലോ എന്നുള്ള തോട്ട് ആവരുത്. നമ്മൾ ഒരാളെ വിശ്വസിച്ച് തുടങ്ങുന്ന പോയിന്റ് ഏതാണ്, ആ ആള് നമ്മളോടൊപ്പം ഉണ്ടാകും എന്നൊരു പോയിന്റിലായിരിക്കും. അല്ലെങ്കിൽ ഇനി എന്തു വന്നാലും നമ്മളുടെ കൂടെ ആ ആൾ ഉണ്ടാകും എന്നൊരു പോയിന്റ് ആയിരിക്കും. പക്ഷെ ആ വിശ്വാസം ആദ്യം വരേണ്ടത് എനിക്ക് എന്നോട് തന്നെയാണ്. ഒറ്റയ്ക്ക് നിന്ന് സ്വന്തമായി ജീവിച്ച് അതിൽ തഴക്കം വന്ന ഒരാൾക്ക് എന്തൊക്കെ പ്രശ്നം വന്നാലും ഇനിയിപ്പൊ എന്തൊക്കെ വന്നാലും ഇതും മാറി വരും അല്ലെങ്കിൽ മാറ്റിയെടുക്കും എന്നൊരു കോൺഫിഡൻസ് വരും. അത് നമ്മളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ അത് വരത്തുള്ളൂ. ആ വിശ്വാസമായിരിക്കണം നമ്മളിലേക്ക് ആദ്യം വരുന്ന ആശ്വാസവും. രാവിലെ എണ്ണീറ്റ് കണ്ണാടിയിൽ നോക്കി ചിരിച്ചുകൊണ്ട് ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടുന്ന എന്താണോ, ഒരു ചായയോ കാപ്പിയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളമോ എന്താണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങളൊന്ന് പാകം ചെയ്ത്, പലപ്പോഴും നമ്മൾ രാവിലെ എണ്ണീറ്റ് ആദ്യം ചെയ്യുന്നത് വേറെ ആർക്കെങ്കിലും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. ഒരുപക്ഷെ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പാർട്ട്ണർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ജോലി സംബന്ധമായി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ രാവിലത്തെ കുറച്ചു നേരം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കുറച്ചു നേരം നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുക. ഒറ്റയ്ക്ക് താമസിക്കാൻ ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ ഒറ്റയ്ക്ക് താമസിച്ച് നോക്കുക. നമ്മൾ വിചാരിക്കും എന്താണ് അതിൽ ഇത്ര വലിയ ഡിഫറൻസ് വരാനെന്ന്. പക്ഷെ അതിൽ കുറേ വലിയ ഡിഫറൻസസ് ഉണ്ട്. നിസ്സാരമായിട്ട് നമുക്കൊരു പനി വന്നാലും നമ്മൾ വീട്ടിലാണെങ്കിൽ പെട്ടെന്ന് അമ്മ വന്ന് പറയും, അമ്മോനെ അത് ചെയ്, ഇത് ചെയ്, കാപ്പി കുടിക്ക്, അല്ലെങ്കിൽ മരുന്ന് കഴിക്ക്, ചൂടുവെള്ളം കുടിക്ക്. അങ്ങനെ ഒരു 100 സജഷൻസ് തരാൻ നമ്മുടെ വീട്ടിൽ ആൾക്കാരുണ്ടാവും. പക്ഷെ ഒരു പനി വന്ന്
കിടക്കുമ്പോ വീട്ടിൽ വിളിക്കണോ അതോ നമ്മൾ സ്വന്തമായിട്ട് ഇച്ചിരി ചൂടുവെള്ളം ഉണ്ടാക്കി കുടിക്കണോ എന്ന് ഉള്ള ചെറിയ ഡിസിഷൻസ് തൊട്ട് വലിയ വലിയ കാര്യങ്ങൾ വരെ നമ്മൾ ആദ്യം നമ്മളോട് തന്നെ ആയിരിക്കും പറയുന്നത്. നമ്മൾ ഒരു ഫാമിലി നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ അത് പെട്ടെന്ന് വേറൊരാളോടായിരിക്കും ഷെയർ ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം വരുമ്പോ അത് സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും അത് ആദ്യം നമ്മളോട് തന്നെ പറഞ്ഞ് ആ ഒരു ഇമോഷനുമായിട്ട് നമ്മൾ സെറ്റിലായി അതിനുശേഷം എല്ലാവരുമായിട്ട് പറഞ്ഞു വരുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ അടുത്ത് ഉണ്ടാവുന്ന ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇതിന്റെ അർത്ഥം ഒരിക്കലും നമ്മള് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ കളഞ്ഞുകൊണ്ട് ജീവിക്കുക എന്നോ അല്ലെങ്കിൽ അവരെ ഇനിയും തൊട്ട് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നോ ഒന്നുമല്ല. അവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എന്നാൽ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ ജീവിതത്തിൽ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഒരുപക്ഷെ ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കും, കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിനെ നമ്മുടെ കൂടെ നിർത്തേണ്ട സാഹചര്യം വരും, മക്കളുണ്ടാവാം. പക്ഷെ ഈ ഫേസസ് ഒക്കെ കടന്നു പോകും. അല്ലെങ്കിൽ ഈ ഫേസസിൽ പലതിലും നമ്മൾ ഒറ്റയ്ക്കാവുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും. ഇപ്പോ കല്യാണം കഴിച്ച എത്രയോ ആൾക്കാർ ഡിവോഴ്സ് ആവുന്നു, അല്ലെങ്കിൽ എത്രയോ പേര് അവരുടെ മക്കളുമായിട്ട് മാറി നിൽക്കേണ്ടി വരുന്നു. ചിലപ്പോൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി തന്നെ ആകാം, പഠിക്കാൻ വേണ്ടി ആകാം, ജോലിക്ക് വേണ്ടി ആകാം. പക്ഷെ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഒറ്റയ്ക്ക് വരും. അന്ന് നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റാത്ത അത്രയും നമ്മൾ വേറൊരാളുമായിട്ട് ഡിപ്പെൻഡന്റ് ആവുന്നതിലും നല്ലത് നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ച് നമ്മളെ തന്നെ സന്തോഷിപ്പിച്ച് ആ സന്തോഷം നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിലേക്കും പകർന്ന് ജീവിക്കുന്നതിലാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെയാണ് തോന്നാറ്. അതോടൊപ്പം എനിക്ക് തോന്നുന്ന വേറൊന്നാണ്, നമ്മൾ മാത്രമല്ല, നമ്മളുടെ ഒപ്പം ഒരാളുണ്ടെങ്കിൽ ആ ആൾക്കും നാളെ നമ്മളില്ലെങ്കിൽ സ്വന്തമായിട്ട് ജീവിക്കാൻ പറ്റണം. അതിനുള്ളൊരു കാര്യപ്രാപ്തി അവരെ ആക്കിയെടുക്കുന്നതും നമ്മളുടെ ഒരു ഉത്തരവാദിത്വമാണ്. നമ്മൾക്ക് എന്തെങ്കിലും പറ്റിയാലും അവർക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ടാവും, പക്ഷെ ആ വിഷമം മാറി അവർ ജീവിച്ചു തുടങ്ങണമല്ലോ. ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ചില ആൾക്കാർക്ക് ഭയങ്കര സന്തോഷമാണ് എൻ്റെ മക്കള് എന്നെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ, അല്ലെ എൻ്റെ പാർട്ട്ണർക്ക് ഞാൻ ഇല്ലാതെ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ അതിലൊരു തരി സന്തോഷം കണ്ടെത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻഫാക്ട് അത് നമുക്ക് സന്തോഷം ചെറുതായിട്ട് തരുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് അവർക്ക് ഗുണമുള്ള ഒരു കാര്യമല്ല ഒരിക്കലും. നമ്മളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് നമ്മൾക്ക് സന്തോഷം തന്നാലും അത് അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ അവർക്ക് അത് ദോഷം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാനിങ്ങനെ ചില അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മക്കള് കുറച്ച് വലുതായി കഴിഞ്ഞാൽ അവർ അവരുടെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങുമ്പോൾ അവര് ചെറിയ വിഷമത്തോടാണ് പറയുന്നത്, ഓ ഇവളിപ്പോ അങ്ങ് വലുതായിപ്പോയി, അല്ലെ ഇവനിപ്പോ അങ്ങ് വലുതായിപ്പോയി, ഇപ്പൊ അവന് ഞാനൊന്നും വേണ്ട, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ, സ്വന്തമായിട്ട് എല്ലാം ചെയ്യാൻ തുടങ്ങിയെന്ന്. അവരത് പറയുന്നത് അത്രയും നാളും അവരതിന് അത്രയും എഫേർട്ട് ഇട്ട് കൂടെ നിന്നോണ്ടാണ്. പക്ഷെ അത് വേറൊരു രീതിയിലാണ് കാണേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത് ആ മക്കള് കേൾക്കുമ്പോൾ അവർക്കും തോന്നും, ഷടാ ഇതിപ്പോ ഒരു തെറ്റായ കാര്യമാണോ, ഞാൻ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ പാടില്ലേ എന്നൊരു തോട്ട് ചിലപ്പോ വന്നേക്കാം. അങ്ങനല്ല, ഞാൻ ഇല്ലേലും എടാ നീ ജീവിക്കും, അതിലെനിക്ക് നിന്നെ ഓർത്ത അഭിമാനമുണ്ട് എന്ന് അവരോട് അഭിമാനത്തോടെ പറഞ്ഞു കൊടുക്കുക. അവർക്ക് ഒറ്റയ്ക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുന്നതും അവരത് ചെയ്യുന്നതും വലിയൊരു കാര്യമാണെന്ന് അവരെ കുഞ്ഞിലെ തൊട്ട് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറിനെയും, നിങ്ങളില്ലെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർ ആയിക്കൊള്ളട്ടെ, നിങ്ങളില്ലെങ്കിലും അവർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റണം. അതിനുള്ളൊരു കാര്യപ്രാപ്തി അവർക്ക് നേടിയെടുപ്പിക്കുക എന്ന് പറയുന്നതും എനിക്ക് തോന്നുന്നു നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാര് നമ്മളില്ലേലും നല്ലതായിട്ട് ജീവിക്കാൻ പറ്റണം. അപ്പോ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒറ്റയ്ക്ക് താമസിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ ചിലപ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും അത് കുറച്ച് വിഷമത്തോടായിരിക്കും അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല, അതിന് വേറെ തന്നെ ഒരു വൈബാണ്. നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിക്കും. നിങ്ങൾക്ക് ആദ്യത്തെ കുറച്ച് നാളുകൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷെ ആ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ഓവർകം ചെയ്യാൻ പഠിച്ചാൽ ഒരു ദിവസം നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, അത് ജോലി ആയിക്കൊള്ളട്ടെ, പഠിത്തമായിക്കൊള്ളട്ടെ, കുക്കിംഗ് ആയിക്കൊള്ളട്ടെ, എന്തെങ്കിലുമൊക്കെ ആയിക്കൊള്ളട്ടെ, നിങ്ങൾക്ക് ചെയ്യേണ്ട അതെല്ലാം പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതും, ഇനിയിപ്പോ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. അപ്പോ അതൊരു വിഷമത്തോടെ കാണാതെ സന്തോഷത്തോടെ കാണുക.
സന്തോഷത്തോടെ വളരെ എക്സൈറ്റ്മെന്റോടെ ഇതൊരു പുതിയ ചലഞ്ചായിട്ട് കണ്ട് അത് ഏറ്റെടുക്കുക. ഇനിയിപ്പോ അതല്ല, നിങ്ങൾ ഒരു ഫാമിലി ആയിട്ട് നിൽക്കുവാണെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങള് നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക. നമ്മളുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ് നമ്മൾ തന്നെ ആയിരിക്കണം. നമ്മളുടെ ഏറ്റവും വലിയ ട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മളോട് തന്നെ ആയിരിക്കണം. നമ്മൾ എഴുതാനും വായിക്കാനും ഒക്കെ പഠിക്കുന്നത് പോലെ ഇതും ഒരു ലൈഫ് സ്കില്ലാണ്. നമ്മൾക്കത് എത്രയും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ.